നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദർശകർക്ക് ഉപകാരപ്പെടാതെ പാലക്കാട് കോട്ടയിലെ ശുചിമുറി കെട്ടിടം. നോക്കൂ, അതടക്കമുണ്ട് അനാസ്ഥയുടെ നേർചിത്രങ്ങളായി. ഉപയോഗിക്കാത്തതിനാൽ കെട്ടിടം കാടുകയറി നശിക്കുകയാണ്. കെട്ടിടം തുറക്കാത്തതിനാൽ സന്ദർശകർ ഉപയോഗപ്പെടുത്തുന്നത് DTPCയുടെ പണം നൽകി ഉപയോഗിക്കാവുന്ന ശുചിമുറിയാണ്. കോട്ടയിലെ ശുചിമുറി മറക്കുന്നുണ്ടോ അധികൃതർ? ഓക്സിജൻ പ്ലാന്റ് മുതൽ അഷ്ടമുടിക്കായലിലെ പാലം മുതൽ ശുചിമുറികളിൽ വരെ അനാസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, എന്താണിത് തുറന്നു കൊടുക്കാത്തത്? എന്താണ് ബുദ്ധിമുട്ട്? അരുൺ, പാലക്കാടേക്ക് ആരെത്തിയാലും തന്നെ ആദ്യം ഈ പാലക്കാട് കോട്ട സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കോട്ടയിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കോട്ടയിലെത്തുന്ന സന്ദർശകർക്കും അതുപോലെ തന്നെ കോട്ടയുടെ ചുറ്റും നടക്കാനെത്തുന്ന അത്ലറ്റുകൾക്കും ഉൾപ്പെടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോക്ക് റൂം സൗകര്യം, കഫ്തീരിയ സൗകര്യം ഉൾപ്പെടെയുള്ള ഈ ശുചിമുറി കെട്ടിടം മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോഴും ഇതുവരെയും ഒരു സന്ദർശകന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഈ ശുചിമുറി കെട്ടിടം. പരിപാലിക്കാനുള്ള തുകയില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പ് ഈ ശുചിമുറി കെട്ടിടം അടച്ചിട്ടിരിക്കുന്നത്. അതായത് മതിയായിട്ടുള്ള ജീവനക്കാരെ ഈ മേഖലയിൽ വിന്യസിക്കണം, അതുപോലെ തന്നെ വൃത്തിയാക്കാനുള്ള ആളുകളെ അവിടെ വിന്യസിക്കണം. അതിനുള്ള സൗകര്യവും അതിനുള്ള പണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ഒരു ശുചിമുറി കെട്ടിടം തുറക്കാതെ അവിടെ തന്നെ അടച്ചിട്ടിരിക്കുന്നത്. ഒരാൾക്ക് പോലും ആ ശുചിമുറി കെട്ടിടം ഇതുവരെയും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, നിരവധി ഇഴജന്തുക്കൾ ഈ മേഖലയിൽ ഇപ്പോൾ തടിച്ചുകൂടി. കാരണം കെട്ടിടം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയാതായതോടുകൂടി കാട് മൂടി കിടക്കുകയാണ്. അതിനകത്ത് മുഴുവൻ ഇഴജന്തുക്കളാണ്. ആ പരിസരത്തേക്ക് പോലും ഒരു സന്ദർശകർക്കും പോവാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ സന്ദർശകരെല്ലാം പറയുന്നത് ഉപയോഗിക്കാൻ കഴിയാത്ത കെട്ടിടം ഇപ്പോൾ ഉപദ്രവമായി മാറി എന്നാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം തുറന്നു നൽകണമെന്നാണ് സന്ദർശകർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. ഏതായാലും അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പരിപാലനത്തിനുള്ള തുകയില്ല, ഫണ്ടില്ല എന്ന പേരിലാണ് ഈ ശുചിമുറി കെട്ടിടം നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു സന്ദർശകനെ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന അരുൺകുമാർ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ലൈവാത്തോൺ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ ഓരോ വിഷയങ്ങളിലേക്കും ഇനി വരുന്ന ഇത്തരം കാഴ്ചകളിലേക്കും റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെയും അധികൃതരുടെയും ശ്രദ്ധ ക്ഷണിക്കും. ഞങ്ങളൊരു പ്രതിപക്ഷ പാർട്ടിയല്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പട്ടവുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളുമാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇത് കാട്ടിക്കൊണ്ടിരിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വരും ദിവസങ്ങളിലും തുടരും.